ഗ്രന്ഥം ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാ. എപ്പോഴാണ് അയാൾ മരിച്ചതറിയോ? ഹിജ്റ 463. ഏകദേശം 1000 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഹാഫിളാണ്, ലക്ഷക്കണക്കിൽ ഹദീസ് മനപ്പാടമുള്ള ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം കിതാബാണ് എൻ്റെ കയ്യിലുള്ള ഈ ഗ്രന്ഥം, കിതാബുൽ ഇസ്തിആബ്. കിതാബ് നോക്കിയിട്ടാ ഞാൻ വായിക്കുന്നത്, മൗലവിമാരെ പോലെ ഗൂഗിൾ നോക്കിയിട്ടല്ല. കിതാബുൽ ഇസ്തിആബ്. ഈ കിതാബുൽ ഇസ്തിആബിൽ അതിൻ്റെ 2-ാം ജുസ്, 2-ാം വോള്യം, 2-ാം ജുസ് 499 പേജിൽ കാണാം. ആരുടെ സംഭവമാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു കുൽസൂമിന്റെ ചരിത്രമാ പറയുന്നത്. അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ഉമ്മു കുൽസൂം, അവർക്കൊക്കെ തൗഹീദ് അറിയില്ലേ? അവർ ഖുർആൻ പഠിച്ച ആളല്ലേ? അതാ മഹാനായ ഇമാം ഇബ്നു അബ്ദുൽ ബർ ചരിത്രം ഉദ്ധരിക്കുകയാണ്. ഖതബ ഉമർ ഇബ്നുൽ ഖത്താബി, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പെങ്കട്ട് പറഞ്ഞു, ഉമ്മ കുൽസൂം ബിൻത അബീബക്കർ, അബൂബക്കർ സിദ്ദീഖിന്റെ മകളായ ഉമ്മു കുൽസൂമിനെ ഞാൻ കല്യാണം കഴിക്കുന്നു എന്ന് ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ആരോട്? ഇലാ ആയിഷത, ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ഞാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മകളാകുന്ന ഉമ്മു കുൽസൂമിനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, എനിക്ക് കെട്ടിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി അതിന് പൂതി പ്രകടിപ്പിച്ചു, ആഗ്രഹം പ്രകടിപ്പിച്ചു, സമ്മതിച്ചു. ആയിഷ ബീവി പറയുന്നു, ഐനൽ മദ്ഹബു ബിഹാ അൻക്, ഉമറേ, നിങ്ങൾക്ക് കെട്ടിച്ചു തരാതെ എവിടത്തേക്ക് പോകാനാണ്? നിങ്ങൾക്ക് ഞങ്ങൾ ഉമ്മു കുൽസൂമിനെ കെട്ടിച്ചു തരാം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആയിഷ ബീവി പറഞ്ഞപ്പോൾ ഫലമ്മാ ദഹബ, ഉമർ ഇബ്നുൽ ഖത്താബ് ആ കാര്യം പറഞ്ഞ് അവിടുന്ന് പോയപ്പോൾ ഖാലത്തിൽ ജാരിയതു, ഉമ്മു കുൽസൂം ആയിഷ ബീവിയോട് പറയാണ്, തുസവ്വിജീനി ഉമറ, ഓ ആയിഷ, എന്നെ നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ കെട്ടിച്ചു കൊടുക്കുകയാണോ? എന്നെ മംഗലമാക്കി കൊടുക്കുകയാണോ? വഖദ് അറഫ്തി ഗീറതഹു വഖുശൂനത ഐശിഹി, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറ്റി നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹം വലിയ സ്ട്രോങ് ആണ്. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ വല്ലാത്ത ഒരു വളരെ ഖുശൂനത്തോടു കൂടിയുള്ള ജീവിതമാണ്. അയാൾ വലിയ സ്ട്രോങ് ആയ ആളല്ലേ? എന്നെ ഉമർ ഇബ്നുൽ ഖത്താബിന് കെട്ടിച്ചു കൊടുക്കുകയാണോ? ഉമ്മു കുൽസൂം പറയാ, വല്ലാഹി, അല്ലാഹനെ തന്നെ സത്യം, ലഇൻ ഫഅൽതി, നിങ്ങൾ അങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ലഅഖ്റുജന്ന ഇലാ ഖബ്രി റസൂലില്ലാഹ്, ഞാൻ എന്തു ചെയ്യും അറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകും. എന്തിനാ ഖബറിന്റെ അടുത്തേക്ക് പോകുന്നത്? ശിർക്കല്ലേ മൗലവിമാരെ? അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകും. അവിടെ പോയി റസൂലുള്ളാഹിനെ നിലവിളിച്ചുകൊണ്ട് നബിയോട് ഞാൻ കാര്യം പറയും കേട്ടോ, എന്റെ ആവലാതി റസൂലുള്ളാഹി തങ്ങളോട് പറയും കേട്ടോ. വഫാത്തായ റസൂലുള്ളാഹിനോട് പറയുന്നത് ശിർക്കാണെങ്കിൽ ഉമ്മു കുൽസൂമിന് അറിയില്ലേ? ആയിഷ ബീവിക്കറിയില്ലേ? ഈ സംഭവം ഉദ്ധരിക്കുന്ന ഹാഫിളായ ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു എനിക്കറിയില്ലേ? അവർക്കൊന്നും അറിയാത്ത ശിർക്കാണോ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുള്ളത്? അവർക്ക് തിരിയാത്ത തൗഹീദാണോ മൗലവിമാരെ നിങ്ങൾക്ക് തിരിയുന്നത്? ഇമാമിങ്ങളൊക്കെ തള്ളിയിട്ട് അവരൊക്കെ ശിർക്ക് പഠിപ്പിച്ച ആളാണ്. അവർക്ക് ഖുർആൻ തിരിഞ്ഞില്ല, അവർക്ക് ഹദീസ് തിരിഞ്ഞില്ല, അവർക്ക് ഇസ്ലാം തിരിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ മൗലവിമാരെ പിന്നാലെ വരണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഓ കൂട്ടരെ, ഇമാമിങ്ങളെ വിട്ട് ജാഹിലായ നിങ്ങളെ കൂടെ കൂടാൻ മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും അതിന് തയ്യാറല്ല. ഒരു ബുദ്ധിയുള്ളവനെ കിട്ടൂല.